നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സം സ്പെഷ്യൽ ജനറേറ്റിംഗ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഫങ്ഷന്റെ സീക്വൻസ് എന്താന്ന് എഴുതുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ ഓരോ ഇക്വേഷൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ബാക്കിയുള്ളതിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് 1+x⁻n ആണ്. അപ്പൊ 1+x⁻nന്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ nc0 plus nc1x plus nc2x² plus etc ncn h⁻n എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പോണു. കണ്ട എക്സിന്റെ കോഎഫിഷ്യന്റ് nc1, സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് nc2, h⁻nന്റെ കോഎഫിഷ്യന്റ് ncn. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 - h⁻n. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് മൈനസ് പ്ലസ് എന്ന് വന്നാൽ മതി. അടുത്തത് നമുക്ക് അപ്പൊ ഇതിന്റെയൊക്കെ ജനറേറ്റീവ് സീക്വൻസ് എന്താ? ജനറേറ്റീവ് ഫംഗ്ഷൻ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അതിന്റെ സീക്വൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കോൺസ്റ്റന്റ് ടേം ഏതാ? nc0. പിന്നെ ഫസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് നോക്കുക, അത് nc1. സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് nc2 ആൻഡ് nth ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് ncn നമുക്ക് കിട്ടി. അടുത്ത് നമുക്കുള്ളത് 1 - h⁻n ആണ്. അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതി പോവാ. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് 1 - h⁻n+1 ഡിവൈഡഡ് ബൈ 1 - h. ഇതുണ്ട്. ഇങ്ങനെ രണ്ട് സീക്വൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് 1 ഇങ്ങനെ ഇൻഫിനിറ്റിലി മെനി ആയിട്ട് ഇങ്ങനെ പോകണം കണ്ട. വേറെ ഒന്നുള്ളത് 1 ഫൈനൈറ്റ് ആണ്. അപ്പൊ 1 ഫൈനൈറ്റ് ആയ കേസിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 1 - h⁻n+1 ഡിവൈഡഡ് ബൈ 1 - h. അപ്പൊ അതെങ്ങനെ വരണെന്ന് വെച്ചാൽ 1 - h⁻n+1 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 1 - h into 1 + h + h² + h⁻n മുകളിലത്തെയും താഴത്തെയും എന്താ ചെയ്യും? ക്യാൻസൽ ആയി പോവും. അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പഠിച്ച് 1 + h⁻n പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് എന്താണ്? ഫൈനൈറ്റ് ആയിട്ട് 1 വരണ സീക്വൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എന്താണ്? ജനറേറ്റീവ് ഫംഗ്ഷൻ. ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തിന് ഈ ഇക്വേഷൻ നമ്മൾ അറിയണേന്ന്. അപ്പൊ അടുത്തത് കണ്ടോ? 1/1 + h⁻n. അപ്പൊ ഈ ടേം മുകളിലേക്ക് പോകുമ്പോ എന്ത് വരും? 1 + h⁻n വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 + h⁻n. നമുക്ക് 1 + h⁻n അറിയാം. ആ എന്നുള്ളിടത്തൊക്കെ nc0 + nc1x + nc2x² + etc ncn h⁻n ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ എന്നുള്ളിടത്തൊക്കെ ഒരു മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടി. കണ്ടോ? അപ്പൊ നമ്മൾ ഒറ്റ ഇക്വേഷന്റെ ഉള്ളിൽ എനിക്കറിയുള്ളൂ, പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി. ഇനി 1 - h⁻n. ഈ ഇക്വേഷൻ അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വട്ടം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. 1 - h⁻−1 രണ്ട് സ്ഥലത്തും -1 ഒന്നും നോക്കണ്ട, എല്ലാം അങ്ങോട്ട് പോസിറ്റീവ്. 1 + h + h² + h³ + etc. കണ്ട ആ സാധനം ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്? etc ആണ്. ഇതിങ്ങനെ നിക്കണില്ല. അപ്പൊ ഇതിന്റെ ജനറേറ്റീവ് സീക്വൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? 1 1 1 etc 1. പിന്നെ etc തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടിരുന്നു 1 - h⁻n+1 ഡിവൈഡഡ് ബൈ 1 - h. അതും അവിടെ ഫൈനൈറ്റ് ആയിട്ടാണ് 1 നിൽക്കുന്നത്. ഇവിടെ ഇൻഫൈനൈറ്റിൽ ഇങ്ങനെ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തന്നെ വേറെ ഉണ്ട് 1 + h⁻−1. മുകളിൽ മാത്രമാണ് -1 വന്നെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ++. ഇത് ഓർത്തിരിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. ഓർത്തിരിക്കാവുന്ന സീക്വൻസ് നമ്മുടെ കയ്യിലുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറേറ്റീവ് ഫംഗ്ഷൻ ഫോർ ദ ഫോളോയിങ് സീക്വൻസ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരിക. അപ്പൊ ജനറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ f(x) അതെല്ലാ സ്റ്റെപ്പിലും കോമൺ ആണ്. f(x) എന്ത് എഴുതണം? a0 + a1x കണ്ടോ? f(x) a0 + a1x + a2x². എത്ര ടേം അവർ തന്നുണ്ടോ അത്രയും നമ്മൾ ഇവിടെ എഴുതി പോവാ. ഇവിടെ ആദ്യത്തെ കേസിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനെ എണ്ണാണെങ്കിൽ നമുക്ക് 9 ടേംസ് ഉണ്ട്. അതായത് a8 h⁻8 വരെ ഉണ്ട്.
അപ്പൊ ഞാൻ അതിനെ എഴുതുമ്പോ 8c0 പ്ലസ് 8c1h പ്ലസ് 8c2h² പ്ലസ് എക്സെട്ര 8c8h⁻8 കണ്ടറിയത് എന്തിന്റെയാണ് 1 പ്ലസ് h⁻8 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 പ്ലസ് h⁻n എന്ന് പറയുന്നത് NC0 പ്ലസ് NC1h പ്ലസ് എക്സെട്ര NCnH⁻n. ആ എന്നിന് നമുക്ക് 8 കൊടുത്തിട്ടല്ലേ ഇത് കിട്ടിയേക്കണത്. 1 പ്ലസ് h⁻8 എന്ന് പറയുമ്പോ 8c0 പ്ലസ് 8c1h പ്ലസ് അല്ലേ. അപ്പോ ആ ഇക്വേഷൻ പഠിച്ച കുട്ടിക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തും? 1 പ്ലസ് h⁻8ലേക്ക് എത്തും നമ്മള്. അടുത്ത ക്വസ്റ്റ്യൻ 8c1 2 into 8c2 3 into 8c3 8 into 8c8 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആദ്യം ഒന്നുമില്ല, ഇതിപ്പോ സീക്വൻസ് തന്നിട്ട് ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? f(x) = a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ ഇതിപ്പോ എത്ര ടേംസ് തന്നിട്ടുണ്ട്? 8 ടേംസ് തന്നിട്ടുണ്ട്. അപ്പം a7h⁻7. അപ്പൊ ഇവിടെ നമ്മുടെ a0 ആയിട്ട് വരുന്നത് 8c1 പ്ലസ് അടുത്തത് 8c2h, അടുത്ത 2 into 8c2 എന്നാട്ടോ, 2 into 8c2h, പിന്നെ അടുത്തത് 3 into 8c3h² പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം 8 into 8c8h⁻7. അപ്പൊ 8c1ന്റെ വാല്യൂ എനിക്ക് എന്താണെന്നറിയാം? 8 ആണെന്നറിയാം. അതേപോലെ തന്നെ എനിക്ക് എന്തറിയാം? 8c2ന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുത്തു, ഇൻറ്റു 2 ചെയ്തപ്പോ എനിക്ക് എന്ത് വന്നു? 56h എന്ന് വന്നു. 3 into 8c3 എന്ന് ചെയ്തപ്പോ എനിക്ക് വന്നത് 168 ആണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. കോമ്പിനേഷൻസ് ഒക്കെ കാൽക്കുലേറ്ററിൽ ഉണ്ടായിരിക്കും. 8c8ന്റെ വാല്യൂ 1 ആണ്, അതുപോലെ 8c1ന്റെ വാല്യൂ 1 ആണ്. ഇതൊക്കെ നല്ല ഓർത്തിരിക്കാവുന്നതുള്ളൂ. 8c1ന്റെ വാല്യൂ 8 തന്നെയാണ് വരിക, അതേപോലെ തന്നെ 8c8ന്റെ വാല്യൂ 1 ആണ് വരിക. അപ്പൊ ഇവിടെ 8h⁻7 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതിലെല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കിടക്കണത്. അപ്പൊ ഞാൻ 8നെ കോമൺ ആയി എടുത്തപ്പോ 1 പ്ലസ് 56/8 അതെപ്പോഴും നമുക്ക് കിട്ടണേ 8x പ്ലസ് അടുത്തത് നമുക്ക് എന്താ വരുന്നത്? 168 ഡിവൈഡഡ് ബൈ 8. ഇത് ചെയ്യുന്ന സമയത്ത് നേരെ കാൽക്കുലേറ്റർ എടുക്കുന്നു, ഡിവൈഡ് ചെയ്ത് നോക്കണു. അപ്പൊ 168 ഡിവൈഡഡ് ബൈ 8 അത് 21 ആണ് വരുന്നപ്പോ. അപ്പൊ 21h² പ്ലസ് ലാസ്റ്റത്തെ h⁻7 കിട്ടി. ഇവിടെ 856 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 അല്ല 7 ആട്ടോ. അപ്പൊ ഇത് നോക്ക്, ഇതൊക്കെ 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോ നമുക്ക് ഇത് എന്ത് എഴുതാം? 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 7c0 പ്ലസ് 7c1 പ്ലസ് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 7c2ന്റെ വാല്യൂ എന്താന്ന് നോക്കി നോക്കൂ. അപ്പൊ നമുക്ക് കിട്ടും 21 ആണെന്ന് മനസ്സിലാവും. അപ്പൊ 7c2h², ലാസ്റ്റത്തെ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് 7c7h⁻7. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല ഇതാരാന്ന്? 1 പ്ലസ് h⁻7ന്റെ എക്സ്പാൻഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതില് ഫൈനൈറ്റ് ആയിട്ട് 1 ആണ്. ഈ നോട്ടിൽ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ, അതായത് h⁻5 - 1 ഡിവൈഡഡ് ബൈ h-1 എന്നാണ് കേട്ടോ വരിക. ഞാൻ അത് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്, ഇത് എടുക്കുന്ന സമയത്ത് അത് അങ്ങനെയായിരുന്നു. f(x) = അതായത് നോട്ടിന്റെ ലിങ്ക് ആ പോസ്റ്റിന്റെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ പ്ലേലിസ്റ്റ് പോസ്റ്റ് അങ്ങനെയൊക്കെ ഇല്ലേ, അവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ മൊഡ്യൂളിന്റെയും ഈ ഡിസ്ക്രീറ്റിന്റെ ആണെങ്കിൽ അത് S2ന്റെ ഫസ്റ്റ് മാത്സ് ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? നോട്ട് അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഇത് ആവശ്യമൊന്നും
ഉണ്ടാവില്ലല്ലോ, വീഡിയോ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ജസ്റ്റ് നോട്ട് കിട്ടിയാലും മതി. അങ്ങനെ ഡൗട്ട് ഉള്ള ഭാഗം മാത്രം കണ്ടാലും മതി. a4x4 പ്ലസ് a5x5. നമുക്കിവിടെ a4 വരെയാണ് എന്ത് വന്നിട്ടുള്ളത്, 1 തന്നിട്ടുണ്ടായിരുന്നത്. അതായത് 5 1 ആയിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ a0 ഞാൻ 1 കൊടുത്തു, a1 ഞാൻ 1 കൊടുത്തു, a2 1 കൊടുത്തു, a3 1 കൊടുത്തു, a4 1 കൊടുത്തു. അപ്പൊ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് x4 വരെ വന്നു. അപ്പൊ ഞാൻ ഫൈനൈറ്റ് ആയിട്ട് 1 വരികയാണെങ്കിൽ ആ എക്സ്പാൻഷൻ ഏതാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 1 മൈനസ് x5 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഒരു കുട്ടി തിരിച്ചെഴുതി വിചാരിക്കേ, x5 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇതും കറക്റ്റ് ആണ്, അതും കറക്റ്റ് ആണ്. ഏത് വേണമെങ്കിലും ഫോളോ ചെയ്താലും കുഴപ്പമില്ല. അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് എത്തിയാൽ മതി. എനിക്ക് തോന്നുന്നത് 3 മാർക്കിന്റെ ഭാഗത്ത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതുള്ളത് എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ 2 ടേം 0, പിന്നെ 1, പിന്നെ a, പിന്നെ a² പിന്നെ a³ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് കൊടുത്തു നോക്കാം. a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് a4x4 പ്ലസ് a5x5 പ്ലസ് എക്സെട്രാ എന്ന് എഴുതിയിട്ടുണ്ട്. a0 എനിക്ക് ഇവിടെ നോക്ക്, ആദ്യത്തെ എത്ര ടേംസ് 0 ആണ്? 2 ടേംസ് 0 ആണ്. അപ്പൊ എനിക്കിവിടെ ഇത് 0 ആയി, ഇത് 0 ആയി. ഇനി x² പ്ലസ് ax³ പ്ലസ് a²x4 പ്ലസ് a³ x5 പ്ലസ് എക്സെട്രാ എന്ന് കിട്ടി. ഇനി ഇവിടെ എനിക്ക് നോക്കേണ്ടത് ഈ ടേം ഇങ്ങനെ എക്സെട്രാ ഇട്ടിട്ട് പോവുക. കണ്ടോ, എക്സെട്ര ഉണ്ട്. ഇൻഫൈനൈറ്റ് ആണെന്ത് ഈ തന്ന ക്വസ്റ്റ്യൻ. എല്ലാത്തിലും കോമൺ ആയിട്ട് ആരേനെ എടുക്കാം? x² എടുക്കാം. അപ്പൊ ഞാൻ x² എടുത്തപ്പോ 1 പ്ലസ് ax പ്ലസ് a²x², പിന്നുള്ളത് a³ x³ പ്ലസ് എക്സെട്ര. അപ്പൊ നമുക്ക് ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണെന്നറിയാം. x² ഇൻറ്റു 1 മൈനസ് x⁻⁻1 1 പ്ലസ് എക്സ് പ്ലസ് x² എന്ന് പറഞ്ഞിട്ട് പോയിണ്ടായിരുന്നത്. ആ എക്സിന് പകരം ഞാൻ ax ഇടാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായി മാറും? 1 പ്ലസ് ax പ്ലസ് axന്റെ സ്ക്വയർ, അതായത് a²x², axന്റെ ക്യൂബ്, അതായത് അതിന്റെ അർത്ഥം എന്താ? a³ x³ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? അതല്ലേ കിട്ടിയേക്കുന്നത്. 1 പ്ലസ് ax പ്ലസ് അതായത് a²x² പ്ലസ് a³ x³ അതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ax⁻⁻1. കണ്ടോ, x² ഇൻറ്റു 1 മൈനസ് ax⁻⁻1. ഇത് നമ്മൾ പഠിച്ചത് എന്ത്? സീക്വൻസ് ജനറേറ്റഡ് ബൈ. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? ആദ്യ സീക്വൻസ് തന്നു, ജനറേറ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഇനി നമുക്ക് എന്തുണ്ട്? എക്സ്പൊണൻഷ്യലിന്റെ കേസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്പൊണൻഷ്യലിന്റെ ഫോർമുല പഠിക്കണം. e⁻h=1 പ്ലസ് എക്സ് പ്ലസ് x² ബൈ 2 ഫാക്ടോറിയൽ x³ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് x⁴ ബൈ 4 ഫാക്ടോറിയൽ എന്നാണെന്ന് അറിയാം. പിന്നെ അതേപോലെ തന്നെ a പ്ലസ് b⁻n ഫോർമുല എന്താണ്? nc. a പ്ലസ് b⁻n ഫോർമുല nc⁻ a⁻n b b⁻0, അതായത് ബിയുടെ ടേമിന് കാണാനേ ഉണ്ടാവില്ല. nc1 a⁻n−1 b പ്ലസ് nc2 a⁻n−2 b² പ്ലസ് എക്സെട്രാ പ്ലസ് ncn a⁻0 b⁻n. ഇവിടെ എന്റെ പവറുകൾ ഇങ്ങനെ കുറഞ്ഞു വന്നു. ആദ്യം n ഉണ്ടായിരുന്നു, പിന്നെ n−1 ആയി, പിന്നെ n−2 ആയി, ലാസ്റ്റ് ആയപ്പോ 0 ആയി. ബിന്റെ പവർ കൂടി വന്നു. ആദ്യം 0 ആയിരുന്നു, പിന്നെ ഫസ്റ്റ് ഡിഗ്രി ആയി, സെക്കൻഡ് ഡിഗ്രി ആയി, ലാസ്റ്റ് nth ഡിഗ്രി ആയി. അപ്പൊ നമുക്ക് ഇത് എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ സീക്വൻസ് ജനറേറ്റഡ് ബൈ ദ ഫോളോയിങ് ഫങ്ഷൻസ്. അപ്പൊ അവര് അത് പറഞ്ഞിട്ട് ആദ്യം എനിക്ക് തന്നിട്ടുള്ളത് x-3
3 ക്യൂബ് ആണ്. അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. കാരണം നമുക്ക് എന്തറിയണം, a മൈനസ് ബി ക്യൂബിന്റെ എക്സ്പാൻഷൻ അറിയണം. a ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3b സ്ക്വയർ എ മൈനസ് ബി ക്യൂബ്. അപ്പൊ എവിടേക്കൊക്കെ നമുക്ക് മൈനസ് വന്നിട്ടുള്ളത്? ഒന്നാമത് എനിക്ക് മൈനസ് ഉള്ളത് മൈനസ് ബിക്കാണ്. അപ്പോ അതിന്റെ പവർ ഈവൻ പവർ ആണെങ്കിൽ എന്ത് വരും? നമുക്കറിയാം മൈനസ് വണ്ണിന് ഈവൻ പവറിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്നറിയാം. അതുകൊണ്ടാണ് ബി ഫസ്റ്റ് ഡിഗ്രിയും തേർഡ് ഡിഗ്രി അയന്റെ കോഎഫിഷ്യന്റിൽ മാത്രമാണ് എന്ത് വന്നിട്ടുള്ളൂ? മൈനസ് വന്നിട്ടുള്ളൂ. a minus b all cube equal to a cube minus 3a square b plus 3b square a minus b cube എന്ന് പറയണത്. അടുത്ത നമുക്ക് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ പ്രോബ്ലം ചെയ്യണത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് 3 ക്യൂബ്. എൻ്റെ എ ആണ് ആര്? എക്സ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ബി. ബിയുടെ വാല്യൂ 3 പ്ലസ് 3 ഇൻറ്റു ബി സ്ക്വയർ 9 ഇൻറ്റു എ എക്സ് മൈനസ് ലാസ്റ്റത്തെ നമുക്ക് എന്ത് വരും? 3 ക്യൂബ് 27 എന്ന് വന്നു. അപ്പൊ ഇവിടെ എന്താ കിട്ടിയേ? എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു 3 9 എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 9 27 എക്സ് മൈനസ് 27. നമുക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് വേണം. അപ്പൊ മൈനസ് 27 എഴുതി. സെക്കൻഡ് ഫസ്റ്റ് ഡിഗ്രി വേണം. അപ്പൊ 27 എക്സ് വന്നു. പിന്നെ സെക്കൻഡ് ഡിഗ്രി വേണം. പിന്നെ തേർഡ് ഡിഗ്രി വേണം. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്താണ് വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് മൈനസ് 27. ഫസ്റ്റ് ഡിഗ്രി അല്ല, കോൺസ്റ്റന്റ് ആയി വന്നത് മൈനസ് 27. ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് വന്നിട്ടുള്ളത് 27. പിന്നെ സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് മൈനസ് 9. തേർഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് 1. ബാക്കിയൊക്കെ ഫുള്ള് 0. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ടോ, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പൊ മെയ് 2025 അതായത് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇത് ഏതാ പറയണത്? ഇത് 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ക്വസ്റ്റ്യൻ. ഞാൻ എക്സ് ക്യൂബ് അവിടെ എഴുതി, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇതിന് മുകളിലേക്ക് കയറ്റുമ്പോ അങ്ങനെ ആവുമല്ലോ. അപ്പൊ 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1ന്റെ എക്സ്പാൻഷൻ എന്താണെന്നറിയാം? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് അങ്ങനെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ അവിടെ കിടക്കണത് ഇപ്പൊ എന്താ? എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പൊ അതിന് പകരം ഞാൻ എക്സ് സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു എക്സിന്റെ അവിടെ എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു 3 എക്സ് റേസ് ടു 6 പ്ലസ് അങ്ങനെ പോകും. നമുക്കിവിടെ നിലവിൽ കിട്ടിയിട്ടുള്ളത് എന്താണ്? എക്സ് ക്യൂബ് ഇൻറ്റു ഈ എക്സ്പാൻഷൻ എനിക്ക് ഇങ്ങനെ കിട്ടി. 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 6 പ്ലസ് എക്സെട്ര. അപ്പൊ ഈ എക്സ് ക്യൂബിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എക്സ് ക്യൂബ് എക്സ് റേസ് ടു 5 എക്സ് റേസ് ടു 7 എക്സ് റേസ് ടു 9. അപ്പോ ഇതില് കോൺസ്റ്റന്റ് ടേം എന്താണ്? 0. ഫസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 0. സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് 0. തേർഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് 1. ഫോർത്ത് ഡിഗ്രി ഇല്ല, സോ 0. ഫിഫ്ത്ത് ഡിഗ്രി 1. സിക്സ്ത് ഡിഗ്രി ഇല്ല, 0. സെവൻത്ത് ഡിഗ്രി 1. എയ്ത്ത് ഡിഗ്രി ഇല്ല. അപ്പൊ കണ്ടോ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പിന്നെ അവിടുന്ന് 1 0 1 0 എന്ന് പറഞ്ഞിട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് മെയ് 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 1 by 1 plus 3x. അപ്പൊ 1 plus 3x raised to minus 1. അപ്പൊ ഇത് കണ്ട ഉടനെ നമ്മുടെ ഇതിന്റെ എക്സ്പാൻഷൻ ആലോചിക്കണം. 1 plus x raised to minus 1. ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 minus, നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചോ, 1 plus ax raised to minus 1. അപ്പൊ നമുക്ക് സുഖാണ്. അപ്പൊ അവിടെ എന്റെ പകരം 3 വന്നു എന്നല്ലേ ഉള്ളൂ. 1 minus ax plus ax square minus ax cube plus ax raised to 4. അപ്പൊ നമുക്ക് ആ എന്റെ പകരം ഇവിടെ കിടക്കുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ 1 minus 3x plus 3x square minus 3x cube plus etc. ഞാൻ ആ
3 സ്ക്വയറിന് 9 എഴുതി, 3 ക്യൂബിനെ -27 എഴുതി. ഇതിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആരാ? കോൺസ്റ്റന്റ് ടേം 1, ഫസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് -3, സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് 9 ആൻഡ് തേർഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് -27 എന്ന് കിട്ടി. ഈ അടുത്തതുള്ളത് 1/3 മൈനസ് എച്ച് ആണ്. അപ്പൊ ഈ ടേമിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ 3 - h raised to -1 എന്ന് വരും. എനിക്കിതറിയില്ല. 1 മൈനസ് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് ഈ ഫോർമുല അറിയാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഞാന് 1/3 മൈനസ് എച്ചിൽ നിന്ന് 3നെ പുറത്തേക്ക് എടുത്തപ്പോ 1/3 1 - h എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു, 1/3 ഇൻറ്റു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? 3ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എച്ചിന്റെ അവിടെ എന്തായി? h/3. ഇനി എനിക്ക് ചെയ്യാൻ സുഖമായി. ഒന്നും കൂടി എഴുതി തരാം. 1/3 മൈനസ് എച്ച്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഞാൻ 3നെ എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോ ഇത് 1 ആയി, ഈ എച്ച് എന്തായി? h/3 ആയി. ആ ടേം എടുത്ത് മുകളിലേക്ക് പോകുമ്പോ 1 - h/3 raised to -1 വന്നു. എനിക്ക് ഇതിന്റെ എക്സ്പാൻഷൻ അറിയില്ലേ? 1 - ah raised to -1, അതായത് 1 + ah + ah സ്ക്വയർ + ah ക്യൂബ് എന്ന് പറഞ്ഞിട്ട് പോണ ആളാണ്. അപ്പൊ ഇവിടെ എന്താണ്? 1/3. എന്റെ a എന്ന് പറയണത് ഇപ്പൊ എന്തായി? a ആണ് ഇപ്പൊ 1/3 ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ 1 + 1/3 h h/3 സ്ക്വയർ h/3 ക്യൂബ് എക്സെട്ര. അപ്പോ ഈ 1/3ന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? 1/3 h/9 h²/3 ക്യൂബ് 27 എക്സെട്ര. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? കോൺസ്റ്റന്റ് ടേം 1/3, ഫസ്റ്റ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് 1/9, സെക്കൻഡ് ഡിഗ്രിയുടെ കോഎഫിഷ്യന്റ് 1/27 എക്സെട്ര എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു. അടുത്ത വീഡിയോയില് ഫൈൻഡ് എക്സ്പൊണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് കാണാം. ചെറിയ ടോപ്പിക്കാ.